അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്ന 2 കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ പുട്ടൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് ബാക്കി ഉണ്ടാവില്ല. ആ പുട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ട് വേവിച്ചെടുത്ത പുട്ടോ ഏത് പുട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ബാക്കി വന്ന 2 കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ പുട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ കൈ കൊണ്ട് പൊടിച്ചെടുത്ത പുട്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുത്താലും മതി. മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കുമ്പോൾ നല്ലോണം ഈവനായിട്ടെല്ലാം ഒരുപോലെ പൊടിഞ്ഞു കിട്ടും. ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പുട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ ഇതുപോലെ എല്ലാം ഒരുപോലെ പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ഏലക്കയുടെ ആ തൊണ്ടൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ടുള്ളതാണ്. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചേർക്കുന്നത്. ഇനി നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും ഏലക്കയും ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഏലക്കപ്പൊടി 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുക. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി എന്ന് പറയുന്നത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതാണ്. അല്ലാതെ സാധാരണ നമ്മൾ ഏലക്ക മാത്രം പൊടിച്ചിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് നല്ല പഴുത്തിട്ടുള്ള 4 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപഴം എന്ന് പറയുമ്പോൾ ഞാലിപ്പൂവൻ പഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാവുന്ന റോബസ്റ്റ പഴം എടുക്കാം, പാളയംകുടം പഴം എടുക്കാം, നേന്ത്രപ്പഴം എടുക്കാം. ഏത് പഴമായാലും നല്ല പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെറുപഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ചെറുപഴം 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസ് 4 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാകും. തീരെ പൊടി ചെറിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ചെറുപഴമൊക്കെ എടുക്കാം. സൈസ് 4 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റാം. ഇനി നമുക്ക് തൊലി മാറ്റിയ പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി വന്നിട്ടുള്ള തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടാവില്ലേ, ആരും കഴിക്കാത്ത പഴമൊക്കെ, അതൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പഴം എടുക്കാം. ഇനി പഴം ഒന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലത്തെ ഒരു മാഷർ വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കാം. പഴം കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലൊന്നും വെച്ച് അടിക്കരുത്, എന്നാൽ പിന്നെ ആ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോഴായിരിക്കും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ പഴമെല്ലാം ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയില്ലേ, അതും കൂടി മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായി. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ച പുട്ട് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ പുട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാരയുടെയും പഴത്തിൻ്റെയും അളവ് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ 2 കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. പുട്ടും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കടല കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ, ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്തതോ വറുത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളിതിൽ പഴമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. അപ്പോൾ 2ാമത്തെ ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈവച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടിട്ട് കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം, കുറച്ച് കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മാവും കൂടി ചേർത്ത് കൊടുക്കാം. 1
2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പാകം ആയി കിട്ടുന്നത് വരെ മാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ മൈദ ആയാലും ഗോതമ്പ് പൊടി ആയാലും ചേർത്ത് കൊടുക്കുക. റവ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലിപ്പോൾ നമ്മൾ റവയല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവയെല്ലാം ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നേന്ത്രപ്പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്താൽ മതിയാകും. ഇത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാകും. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അപ്പം നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പം എന്തെങ്കിലും നട്ട്സ് എന്തൊക്കെ ഉണ്ടോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ബദാം ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി കശുവണ്ടിയുടെ നിറം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക. അപ്പോൾ കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. പുട്ടിൽ തേങ്ങ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവെല്ലാം ഒന്ന് വറ്റി കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ നനവെല്ലാം ഇതാ മാറി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തേങ്ങ അങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ചെറിയ ഒരു രീതിയിൽ നനവെല്ലാം മാറി ചെറിയൊരു കളറൊക്കെ മാറി വന്നാൽ മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് മാറട്ടെ. അപ്പം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാ ഒരു 3 മിനിറ്റ് ആയി. കശുവണ്ടി അതുപോലെ തേങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന അത്രയും സമയം മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ല കുറച്ച് ഇതാ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ഇതായി കിട്ടിയിട്ടുണ്ട്. റവയെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത കശുവണ്ടിയുടെയും തേങ്ങയുടെ ഒക്കെ ചൂട് മാറിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള മിക്സ് എടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉന്നക്കയുടെ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉന്നക്കയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് റൗണ്ടായിട്ടാണ് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉരുട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയും തേങ്ങയും ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടായിയുടെ വലിപ്പം അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് ചെറിയൊരു ഗോൾഡൻ നിറാവട്ടെ. ഒരു വശം ചെറിയൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ റവയൊക്കെ ഇതിൽ ചേർത്തതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള പുട്ട് വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയം വീട്ടിൽ സ്നാക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വന്നിട്ടുള്ള പുട്ടും പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു നോക്കാം. അവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാകും. ആരും പറയില്ല പുട്ടും പഴമൊക്കെ വെച്ചിട്ടാണെങ്കിൽ സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ റവ ചേർത്തുകൊണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ബാക്കി വന്നിട്ടുള്ള പുട്ടൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. കണ്ടില്ലേ അകമെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുട്ടിൻ്റെയും പഴത്തിൻ്റെയും ഒരു കുത്തലോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്